നിങ്ങൾ ഈ ക്യാരറ്റ് ഫാക്ടറി കണ്ടിട്ടുണ്ടോ? ഇന്ന് നമ്മൾ ക്യാരറ്റ് ഫാക്ടറി ഉൾപ്പെടെ വ്യത്യസ്തമായ കുറച്ച് ഫാക്ടറികളാണ് കാണാനായിട്ട് പോകുന്നത്. പിന്നെ നമ്മുടെ സ്വന്തം ഊട്ടി മാർക്കറ്റ്. അപ്പോൾ നമുക്കതെല്ലാം കാണാം. ഇപ്പോൾ നമ്മളുള്ളത് ഊട്ടിയിലാണ്. ഊട്ടിയിൽ കഴിഞ്ഞ എപ്പിസോഡുകളൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ദൊഡ്ഡപ്പെട്ട പീക്കും പിന്നെ അങ്ങനെ കുറേ സ്ഥലങ്ങളൊക്കെ ഞങ്ങൾ പോയിരുന്നു. അതെല്ലാം നിങ്ങൾ കണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടതിൽ വളരെയധികം സന്തോഷമുണ്ട് കേട്ടോ. ഇന്ന് നമ്മൾ ആദ്യം പോകുന്നത് ഒരു ക്യാരറ്റ് ഫാക്ടറിയിലേക്കാണ്. അവിടുത്തെ പരിപാടീസ് കാര്യങ്ങളൊക്കെ കാണുക എന്നുള്ളതാണ് ഇന്നത്തെ ഒരു പരിപാടി. ക്യാരറ്റ് ഫാക്ടറി മാത്രമല്ല, ക്യാരറ്റ് ഫാക്ടറി പോകണം, ഒരു ടീ ഫാം പോകണം, പിന്നെ അതുപോലെ തന്നെ നമ്മളെ ഊട്ടി മാർക്കറ്റ് ഒന്ന് കാണണം. അങ്ങനെ കുറച്ച് പരിപാടീസൊക്കെയാണ് ഇന്ന് നമ്മൾ പ്ലാൻ ചെയ്തിരിക്കുന്നത്. ഇതല്ലാതെ പോകുന്ന വഴിക്ക് വേറെ ഒരുപാട് സംഭവങ്ങൾ കാണാനുണ്ട് കേട്ടോ. ഇത് ഈ കാണുന്നത് ഒരു ഇൻ്റർനാഷണൽ സ്കൂളാണ് കേട്ടോ. നമ്മുടെ നാട്ടിൽ ഈ കാശുകാരായ ആൾക്കാരുടെയൊക്കെ മക്കളൊക്കെ പഠിക്കുന്ന സ്കൂളാണ്. ഗുഡ് ഷെപ്പേർഡ് ഇംഗ്ലീഷ് മീഡിയം ഇൻ്റർനാഷണൽ സ്കൂൾ എന്നാണ് ഇതിൻ്റെ പേര്. ഈ സ്ഥലത്തിന് ഇവർ നോളജ് വില്ലേജ് എന്നാണ് പേരിട്ടിരിക്കുന്നത്. ഇതിൻ്റെ ഒരു പ്രത്യേകത പറയുകയാണെങ്കിൽ ഈ സ്കൂൾ നിൽക്കുന്നതിൻ്റെ ചുറ്റും കാണുന്ന ഇതെല്ലാം വെളുത്തുള്ളി തോട്ടങ്ങളാണ്. ഞാനിതുവരെ വെളുത്തുള്ളി തോട്ടം കണ്ടിട്ടില്ല. അപ്പോൾ നമുക്കൊന്ന് അടുത്തുനിന്ന് കണ്ടു നോക്കാം എങ്ങനെയുണ്ടെന്ന്. ഇവിടെ വെളുത്തുള്ളി തോട്ടം മാത്രമല്ല കേട്ടോ, ഇവിടെ ഒരുപാട് ഫാമുകളൊക്കെ ഉണ്ട്. നമ്മൾ അങ്ങോട്ട് പോകുന്ന വഴിക്ക് വേറെ ഒരുപാട് സംഭവങ്ങൾ കാണാനുണ്ട്. അതൊക്കെ നമുക്ക് കാണാം. ഈ വരുന്ന ലോറി ഉണ്ടായിരുന്നു. ഈ ലോറി നമ്മൾ പോകുന്ന ക്യാരറ്റ് ഫാക്ടറിയിലേക്ക് ക്യാരറ്റ് ഫാം എന്ന് പറിച്ച് കൊണ്ടുപോകുന്നതാണ്. ഇവർ പോകുന്ന വഴി നമ്മൾ പോയി കഴിഞ്ഞാൽ നമുക്ക് ക്യാരറ്റ് ഫാക്ടറിയിലേക്ക് എത്താം. നമുക്ക് അവിടെ ചെന്ന് ക്യാരറ്റ് ഫാക്ടറിയുടെ പരിപാടീസൊക്കെ ഒന്ന് കാണാം. ഊട്ടിയെപ്പറ്റി പിന്നെ പറയണ്ടല്ലോ, കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞതുപോലെ ഊട്ടിയുടെ ഏറ്റവും ഭംഗിയുള്ള സമയം എന്ന് പറയുന്നത് ഈ മൺസൂണാണ്. അപ്പോൾ ഊട്ടിയുടെ ഏറ്റവും നല്ല ഭംഗി തന്നെ നമുക്ക് കാണുകയും ചെയ്യാം. നമ്മൾ ക്യാരറ്റ് ഫാക്ടറിയിലേക്ക് എത്തി. വന്നിറങ്ങുമ്പോൾ ആദ്യം കാണുന്ന ഒരു കഴുതയാണ്. നല്ല രസമാണ് കാണാനായിട്ട്. നമ്മൾ ഈ വരുന്ന വഴിക്ക് ഒരുപാട് സ്ഥലത്ത് ഇതുപോലെ കഴുതകളെ കണ്ടായിരുന്നു. എന്തോ ആലോചിച്ച് എങ്ങോട്ടോ പോകാൻ തോന്നുന്നു. ഇതാണ് ക്യാരറ്റ് ഫാക്ടറി. നമുക്ക് ക്യാരറ്റ് ഫാക്ടറിക്ക് അകത്ത് കയറിയിട്ട് അവിടെ എന്തൊക്കെയാണ് പരിപാടീസ് കാര്യങ്ങളെന്നൊക്കെ ഒന്ന് നോക്കാം. അവർ നമ്മൾ അകത്തേക്ക് കയറ്റുമാവും. ഞാൻ ആദ്യമായിട്ടാണ് ഒരു ക്യാരറ്റ് ഫാക്ടറി നേരിട്ട് കാണുന്നത്. അതിൻ്റെ ഒരു എക്സൈറ്റ്മെൻറ്റ് എനിക്കുണ്ട്. പിന്നെ നേരത്തെ കണ്ട ലോറിയില്ലേ, അതാണ് ആ കിടക്കുന്നത്. അതിൽ നിന്ന് ചാക്കിൽ നമ്മൾ ഫാമിൽ നിന്ന് കൊണ്ടുവന്ന ക്യാരറ്റിന് അത് ഇതിനകത്തേക്ക് തട്ടി ഇവിടുന്ന് ചെറുതായിട്ടൊന്ന് കഴുകി ഇത് വേറൊരു മെഷീനിലേക്ക് കയറ്റി വിടുകയാണ്. ഇതുപോലെ ഇത് മേളിൽ വേറൊരു വാഷിംഗ് സെക്ഷനിലേക്ക് പോവാണ്. അവിടെ പോയിട്ട് അവിടെ നിന്ന് കഴുകിയാണ് ഇത് അടുത്ത സെക്ഷനിലേക്ക് വരുന്നത്. ഇതാണ് ആ മെഷീൻ. ഇതിങ്ങനെ റൊട്ടേറ്റ് ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ ഇതിനകത്തിട്ട് ഇത് കഴുകി അടുത്ത് വേറൊരു സെക്ഷനിലേക്ക് പോവുകയാണ് ചെയ്യുന്നത്. ഈ കാണുന്ന സ്ഥലത്തൂടെ ഇത് പുറത്തേക്ക് വരികയാണ് ചെയ്യുന്നത്. ഇത് നേരെ അടുത്തത് ഈ കാണുന്ന സെക്ഷനിലേക്ക് വരും. ഇനി ഇവിടെ ഇവരുടെ മാനുവലി ഇവരൊന്ന് കഴുകിയിട്ട് ഇതിന് അടുത്ത സെക്ഷനിലേക്ക് പോകേണ്ടതുണ്ട്. പണ്ട് കാലങ്ങളിൽ ഇത് ചെയ്തിരുന്നതെന്ന് പറഞ്ഞാൽ ഇവരുടെ തോട്ടത്തിൻ്റെ സൈഡിൽ തന്നെ ഇതെല്ലാം കൂട്ടിയിട്ടിട്ട് അവർ മാനുവലി കൈകൊണ്ട് കഴുകിയാണ് ഇതെല്ലാം ഇങ്ങനെ ചാക്കിലാക്കിയിരുന്നത്. കാണാനായിട്ട് നല്ല ഭംഗിയല്ലേ ഈ പരിപാടി. ഈ വരുന്ന ക്യാരറ്റ് ഇനി അടുത്തൊരു വാഷിംഗ് യൂണിറ്റിലേക്ക് പോകാണ്ട. അങ്ങനെ വ്യത്യസ്തമായിട്ട് 3 പ്രാവശ്യം കഴുകിയിട്ടാണ് ഇത് പാക്കിംഗ് യൂണിറ്റിലേക്ക് പോകുന്നത്. അപ്പോൾ എന്തോരം വൃത്തിയായിട്ടാണ് ഇതിനെ പാക്ക് ചെയ്യാൻ പോകുന്നതെന്ന് നമ്മൾ നോക്കണം. ഇത് കണ്ടോ, ഇത് ബാലൻസ് അവിടെ എവിടെയൊക്കെ ആയിട്ട് കിടന്ന സംഭവങ്ങൾ അവർ വൃത്തിയാക്കി ഒരു സൈഡിലേക്ക് കൂട്ടിയിടുന്നതാണ്. ഇതെല്ലാം വേസ്റ്റാണ്. ഈ കാണുന്നതാണ് 3ാമത്തെ യൂണിറ്റ്. ഇതിലൂടെ വാഷ് ചെയ്ത് വരുമ്പോഴേക്കും ക്യാരറ്റ് നല്ല പെർഫെക്റ്റ് കണ്ടീഷനിലേക്ക് വാഷ് ആയിട്ടുണ്ടാവും. ഇതിനെ പിന്നെ കുറേ ആൾക്കാർ നിന്ന് അതിനെ തിരഞ്ഞ് നല്ലതും ചീത്തയെല്ലാം മാറ്റിയാണ് ഇതിനെ പാക്ക് ചെയ്യുന്നത്. നമുക്ക് കാണാം. ഇവരിവിടെ ചെയ്യുന്നത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നല്ലത് മാത്രം സെലക്ട് ചെയ്ത് മാറ്റി വയ്ക്കുക. ഈ ഒടിഞ്ഞത്, ചതഞ്ഞത്, പിന്നെ ഈ പറയുന്ന കേട് പറ്റിയത് ഇതെല്ലാം മാറ്റി നല്ലത് മാത്രം എക്സ്പോർട്ട് ചെയ്യാനായിട്ട് പാക്ക് ചെയ്യുക എന്നുള്ള പരിപാടിയാണ്. അങ്ങനെ പാക്ക് ചെയ്ത് ഈ ചാക്കിനകത്തേക്ക് വെക്കുകയും ആ നിറഞ്ഞ ചാക്ക് ഉടനെ 2 പേര് വന്ന് വേറൊരു സൈഡിലേക്ക് കൊണ്ട് മാറ്റി വയ്ക്കും. ആ സമയത്ത് ഈ ചാക്ക് മൊത്തമായിട്ട് ഫില്ലായിട്ടുണ്ടാകത്തില്ല. അപ്പോൾ അത് മൊത്തമായിട്ട് ഫില്ല് ചെയ്യാനായിട്ട് എക്സ്ട്രാ കുറച്ച് സാധനങ്ങളൂടെ വെച്ച് അതിനെ ഫില്ല് ചെയ്യുന്ന പരിപാടിയാണ് ഈ കാണുന്നത്. കണ്ടോ, ഇങ്ങനെയാണ് ഫില്ല് ചെയ്ത് ഇതിനെ എല്ലാം അടുക്കിയൊക്കെ വെക്കുന്നത്. ഇവർ ഇതിനെ എല്ലാം ചെയ്ത് നല്ല ടൈറ്റായിട്ട് കെട്ടിയാണ് ഇതിനെ പാക്ക് ചെയ്യുന്നത്. അത് നല്ല രസമാണ് കാണാനായിട്ട്. ഇത് പുറത്തേക്ക് എക്സ്പോർട്ട് ചെയ്യാനുള്ളതായതുകൊണ്ട് അവർ അത്രയും വൃത്തിക്കാണ് കേട്ടോ ഇതെല്ലാം ചെയ്യുന്നത്. ഇത് നോക്കിയാൽ ഈ ചേട്ടൻ ഈ ചാക്കിനെ ഇങ്ങനെ കെട്ടി ഇതിനെ പാക്ക് ചെയ്യുകയാണ്. ഇപ്പോൾ ഇവിടെ ഈ കാണുന്ന മെഷീൻ യൂണിറ്റുകളുണ്ടല്ലോ, ഇതെല്ലാം ഏകദേശം ഒരു 30 ലക്ഷം രൂപയ്ക്ക് മേലെ വരെ വില മതിക്കുന്ന മെഷീനുകളാണ്. ഇപ്പോൾ ഈ കെട്ടി പാക്ക് ചെയ്തിരിക്കുന്നത്. ഇനി ഇത് പുറത്തോട്ട് കളഞ്ഞു പോകത്തോ അങ്ങനെയൊന്നും ഇല്ല കേട്ടോ. ഈ കാണുന്നതാണ്, ഇതെല്ലാം ഇവർ പാക്ക് ചെയ്ത് കെട്ടി വെച്ചിരിക്കുന്നതാണ് ഇത് എക്സ്പോർട്ട് ചെയ്യാനായിട്ട്. ഇത് എടുക്കാനായിട്ട് 2 മണിയൊക്കെ ആകുമ്പോഴേക്കും ലോറി വരും എന്നാണ് പറയുന്നത്. മെയിനായിട്ട് കേരള, തമിഴ്നാട്, ബാംഗ്ലൂർ, മൈസൂരൊക്കെയാണ് ഇവർ കയറ്റി അയക്കുന്നത് കേട്ടോ. ഇതൊക്കെയാണ് ഇവിടുത്തെ പരിപാടീസ്. നമ്മളിത് വെളിയിലോട്ട് ഇറങ്ങിയപ്പോഴേക്കും വീണ്ടും ലക്ഷ്യബോധം ഇല്ലാതെ ഒരു സാധനം ഇങ്ങനെ പോകും. എവിടെ പോകാമെന്ന് അതിന് പോലും അറിയത്തില്ലായിരുന്നു. നമ്മൾ ആദ്യം വിചാരിച്ച പോലെയല്ല, വളരെ നല്ല മനുഷ്യരായിരുന്നു കേട്ടോ. നമുക്കത് ഷൂട്ട് ചെയ്യാനും ഉള്ള എല്ലാ സൗകര്യങ്ങളും ഒക്കെ അവർ ചെയ്തു തന്നു. ഊട്ടിയിൽ ഇതുപോലത്തെ നിറയെ ക്യാരറ്റ് ഫാക്ടറികളൊക്കെ ഉണ്ട് കേട്ടോ. നിങ്ങൾ എന്തായാലും ഒരു ക്യാരറ്റ് ഫാക്ടറി നിങ്ങൾ
വിസിറ്റ് ചെയ്യണം ഉറപ്പായിട്ട്. ഇനി നമ്മൾ നേരെ അടുത്ത് പോകുന്നത് ഒരു ടീ പ്ലാന്റേഷനിലേക്കാണ്. ഈ കാണുന്നതാണ് ആ പ്ലാന്റേഷൻ. ഇവിടെ തന്നെ തേയില ഉണ്ടാക്കുന്ന ഫാക്ടറിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. നമുക്ക് അതുകൂടെ ഒന്ന് കാണണം. നമുക്കിവിടെ നിന്ന് കാണാനായിട്ട് ഭയങ്കര ഭംഗിയാട്ടോ. നമുക്കിതിൻ്റെ മേളിലേക്ക് കയറി പോകാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഇതിൻ്റെ ഇടയിലൂടെ കയറി പോകുമ്പോൾ ചെറിയൊരു പേടിയുള്ളതുകൊണ്ട് ഞങ്ങൾ അങ്ങോട്ട് കൂടുതൽ പോകുന്നില്ല, കാരണം അത്രയും കുത്തനെയുള്ള ഇറക്കമാണ്. അപ്പം നമുക്ക് നേരെ ഫാക്ടറിയിലേക്ക് പോകാം. ഇത് ഈ കാണുന്നതാണ് ടീ ഫാക്ടറി. ഇവിടെ ഒരു ടീ ഫാക്ടറി മാത്രമല്ല, ഇവർക്ക് തന്നെ ഒരു ചോക്ലേറ്റ് ഫാക്ടറി ഇവിടെ ഉണ്ട്. നമുക്കതും കാണാം. ബെഞ്ച് മാർക്ക് എന്നാണ് ഈ കമ്പനിയുടെ പേര്. ഇത് ഈ കാണുന്ന ടാഗ് ഉണ്ടോ, ഇത് നമുക്ക് കയ്യിൽ ഇങ്ങനെ ടാഗ് ചെയ്ത് തരും. ഇത് ഇട്ടിട്ട് വേണം നമ്മൾ അകത്തേക്ക് പോകാനായിട്ടൊക്കെ. അപ്പോൾ നമുക്ക് ഇതിനകത്ത് എന്തൊക്കെയാണ് സംഭവങ്ങളൊന്ന് നോക്കി നോക്കാം. നമ്മൾ ഈ കോറിഡോർ കടന്ന് അങ്ങോട്ട് പോകുമ്പോൾ ഒരു ഗംഭീര വ്യൂ ഉണ്ട് കേട്ടോ. നോക്കിയേ, എന്താ ഒരു ഭംഗിയും നോക്കിയേ ഊട്ടി. ഇനി ഇവിടുന്ന് സ്റ്റെപ്പ് കയറി വേണം നമുക്ക് മേളിലേക്ക് പോകാനായിട്ട്. മേളിലാണ് ഇതിൻ്റെ ഫാക്ടറി. ഇത് ഈ കാണുന്നുണ്ടോ, ഇവിടെ ഒരു ടബിൽ നിറയെ ടീ ലീവ്സ് ഇങ്ങനെ അടുക്കിയിട്ടേക്ക് കേട്ടോ. ഇവിടെ നിന്ന് ഒരു നിലവിടെ മേളിലേക്ക് പോകണം. ഇതാണ് മേളിൽ ഞങ്ങൾ എത്തി. ഗംഭീര വ്യൂ തന്നെയാണ് ഇവിടെ നിന്ന് നോക്കിയാലും. ഇതാണ് ഫാക്ടറി കേട്ടോ. നമുക്കിപ്പോൾ ക്യാരറ്റ് ഫാക്ടറിയിൽ കണ്ടതുപോലെ ഇതിനകത്ത് എന്തൊക്കെയാണ് പരിപാടി നടക്കുന്നതെന്ന് നമുക്കൊന്ന് നോക്കാം. ഇവിടെ ഒരു വലിയ ടബിനകത്ത് ഇങ്ങനെ ടീ ലീവ്സ് ഇട്ടിട്ടുണ്ട്. ഇവിടെ ഒരു ചേച്ചി ഇരിപ്പുണ്ട്. ഈ ചേച്ചി ഇരുന്നിട്ട് ഈ ടീ ലീവ്സ് എടുത്ത് ഈ മെഷീനിലേക്ക് വെച്ച് കൊടുക്കുമ്പോൾ നമ്മൾ ക്യാരറ്റ് ഫാക്ടറിയിൽ കണ്ടതുപോലെ ഇതിങ്ങനെ മേളിലേക്ക് പോകാം. ഇതിനകത്തൂടെ ഈ മെഷീനകത്ത് കയറിയിട്ട് ഇത് ആദ്യം ചതക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. ഇത് ചതഞ്ഞ് കഴിഞ്ഞതിന് ശേഷം പിന്നെ അങ്ങോട്ടേക്ക് പോകുന്തോറും ഇതിനെ കുറച്ചുകൂടെ പൊടിച്ച് ഡ്രൈ ആക്കി അങ്ങനെ ഒരു നിലയിലാണ് ഇതിന് ഉണ്ടാക്കിയെടുക്കുന്നത്. ഈ ഹീറ്റിംഗ് പ്രൊസീജിയർ ഒന്നും നമുക്ക് അകത്ത് കയറി കാണാൻ പറ്റുന്നില്ല കേട്ടോ. നമുക്ക് ഇവിടെ നിന്ന് കാണാനുള്ള ഒരു ഓപ്ഷനേ കിട്ടുന്നുള്ളൂ. ചില ടീ ഫാക്ടറീസിലൊക്കെ പോയി കഴിഞ്ഞാൽ നമുക്ക് അകത്ത് കയറി അടുത്ത് നിന്ന് തന്നെ ഇത് ഹീറ്റ് ചെയ്യുന്ന കാര്യങ്ങളും പ്രൊസീജിയറും എല്ലാം നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ നിങ്ങൾ വരുമ്പോൾ ഉറപ്പായിട്ടും അങ്ങനെ എല്ലാം കാണാൻ പറ്റുന്ന ഒരു സ്ഥലത്ത് തന്നെ പോകണം കേട്ടോ. ഇപ്പം നമുക്ക് കുറച്ച് ബുദ്ധിമുട്ടുണ്ട് ഈ കാര്യങ്ങളിൽ. ഇത് ഞങ്ങൾ പുറത്തിറങ്ങി ഗ്ലാസ്സിലൂടെ അകത്തേക്ക് എടുത്തിരിക്കുന്ന വിഷ്വലാണ്. എന്താ ഭംഗിയല്ലേ ഈ വ്യൂ. ഇനി നമുക്ക് പോകേണ്ടതെന്ന് പറഞ്ഞാൽ ഇവിടുത്തെ ഈ തേയില കൊണ്ട് ഉണ്ടാക്കിയ ചായ കുടിക്കാനായിട്ടാണ്. ഇവിടെ ഇറങ്ങി വരുമ്പോൾ ഇവിടെ ഒരു ടി വിയിൽ ഇവരുടെ ഡെമോൺസ്ട്രേഷനൊക്കെ കാണിച്ചിട്ടുണ്ട്. പക്ഷേ ഈ കാണിച്ചിരിക്കുന്ന ഈ സംഭവങ്ങളൊക്കെ ഇല്ലേ, ഇതൊക്കെയാണ് ഇവിടുത്തെ പരിപാടി. പക്ഷേ ഇതൊന്നും നമുക്ക് അടുത്ത് പോയി കാണാനുള്ള ഓപ്ഷൻ ഇല്ല. ഞങ്ങൾ ഇവിടുന്ന് ഒരു നോർമൽ ടീ ആണ് ഓർഡർ ചെയ്തത്. ഇത് ഫ്രീ ആണ് കേട്ടോ. ഇതൊരു ഡെമോ പോലെ അവർ തരുന്നതാണ്. ഇതിൻ്റെ ഒരു സംഭവം എന്ന് പറഞ്ഞാൽ ഈ ഡെമോ കഴിഞ്ഞിട്ട് നേരെ നമ്മൾ സ്റ്റോറിലേക്കാണ് പോകേണ്ടതെന്നുള്ളത് ഓർത്താൽ മതി. പിന്നെ ചായയുടെ കാര്യം വളരെ ഗംഭീരമായിട്ടുള്ളൊരു ചായ ആയിരുന്നു കേട്ടോ. ഇത്രയും ഭംഗിയുള്ളൊരു ചായ ഞാൻ എൻ്റെ ജീവിതത്തിൽ കുടിച്ചിട്ടില്ല. അത്ര രുചിയായിരുന്നു, വെറുതെ പറയുമല്ല. എനിക്ക് തോന്നുന്നത് എല്ലാ ടീ ഫാക്ടറിയിലും ഇതുപോലെ തന്നെ ആയിരിക്കും. നല്ല ഗംഭീര ചായയാണ്. ഞാൻ ഈ ചായപ്പൊടിയുടെ ഡീറ്റെയിൽ ചോദിച്ചപ്പോൾ ഇത് നോർമൽ ചായപ്പൊടി വെച്ച് ഉണ്ടാക്കിയിരിക്കുന്നതെന്നാണ് പറയുന്നത്. ഇനി നമുക്ക് ഇവിടുന്ന് പോകേണ്ടത് ഇവിടുത്തെ സെയിൽസ് സെക്ഷനിലേക്കാണ്. അപ്പോൾ അവിടെ പോയിട്ട് നമുക്ക് ഈ ചായപ്പൊടിയുടെ ഡീറ്റെയിൽ ഒന്ന് ചോദിച്ചു നോക്കാം. നല്ലതാണേ ഒന്ന് മേടിക്കാം. ഇത് ഈ കാണുന്നത് ഇവിടുത്തെ മെയിൻ മെഷീൻ്റെ ഒരു ഡെമോ ആണ്. ഇതിൻ്റെ ഒറിജിനലാണ് അത് കാണുന്നത്. പക്ഷേ നമുക്ക് അതിൻ്റെ അടുത്തേക്ക് പോകാനുള്ള പെർമിഷനൊന്നും അവർ തന്നിട്ടില്ല. ഇപ്പോൾ അത് വർക്കിംഗ് അല്ല, വെറുതെ ഇരിക്കുകയാണ്. പക്ഷേ അതൊക്കെ നമുക്ക് അടുത്ത് കാണേണ്ടതായിരുന്നു. അപ്പോൾ നമ്മൾ നേരെ സെയിൽസ് സെക്ഷനിലേക്ക് പോവാണ്. ഇതാണ് അവരുടെ ഔട്ട്ലെറ്റ്. നമുക്ക് ഇതിനകത്ത് എന്തൊക്കെയാണുള്ളതെന്ന് നോക്കാം. ജസ്റ്റ് കാണുക എന്നുള്ളത് മാത്രമല്ല, നമ്മൾ മേളിൽ നിന്ന് കുടിച്ച ചായയുടെ ഒരു പൊടിയുണ്ടല്ലോ, അത് ഇതിൽ ഏതാണെന്ന് നോക്കിയിട്ട് അത് നമുക്ക് മേടിക്കുകയും കൂടെ ചെയ്യണം. നമ്മളിത് വീട്ടിൽ കൊണ്ടുപോയി നോക്കുമ്പോൾ അറിയണമല്ലോ ഈ ഒരു രുചി ഉണ്ടോ എന്നുള്ളത്. എന്തൊക്കെ വെറൈറ്റീസ് ഇത്? താഴെ ഞങ്ങളൊരു ചായ കുടിച്ചായിരുന്നേ, അത് ഏത് പെർ കിലോ. അങ്ങനെ ഞങ്ങൾ എന്തായാലും ഒരു സാധാ ചായ വാങ്ങാനുള്ള പരിപാടി ചെയ്തിട്ടുണ്ട്. വീട്ടിൽ കൊണ്ട് എങ്ങനെ ഉണ്ടെന്ന് അറിയണമല്ലോ. ഇതിൻ്റെ വില എങ്ങനെയാണെന്ന് അറിയാം. 1/2 കിലോ 200 രൂപയെന്നാണ് പറയുന്നത്. വീട്ടിൽ നമ്മൾ വാങ്ങിക്കുന്ന ചായപ്പൊടി എനിക്ക് തോന്നുന്നു 1/2 കിലോയ്ക്ക് 170 രൂപ അങ്ങനെ കണ്ടേ ഉള്ളതെന്ന് തോന്നുന്നു. ഇതിപ്പോൾ 200 രൂപയാണ്. പക്ഷേ അവർ പറയുന്നത് 45% ഡിസ്കൗണ്ടോട് കൂടിയാണ് 200 രൂപയ്ക്ക് തന്നിരിക്കുന്നതെന്നാണ്. വെറുതെ പറയുന്നതെന്ന് തോന്നുന്നു. നമ്മളിവിടെ നിന്ന് ഇറങ്ങുകയാണ്. ഇനി അടുത്ത് പോകുന്നത് ചോക്ലേറ്റ് ഫാക്ടറിയിലാണ്. പക്ഷേ അവരുടെ ഫാക്ടറിക്കകത്തേക്ക് കയറാനായിട്ട് പറ്റിയിട്ടില്ല. നമുക്ക് അവരുടെ ഔട്ട്ലെറ്റിനകത്തേക്ക് കയറി എന്തൊക്കെയാണുള്ളതെന്ന് നോക്കിയിട്ട് നമുക്ക് താഴേക്ക് ഇറങ്ങാം. ഇതാണ് അവരുടെ ഔട്ട്ലെറ്റ്. ഇവിടെ കയറിയപ്പോൾ എന്തൊക്കെയോ തരം ചോക്ലേറ്റുകൾ എന്തൊക്കെയാണെന്ന് എനിക്ക് തന്നെ ഒരു പിടിയില്ല. പല പല വെറൈറ്റീസിൽ എന്തൊക്കെയായിട്ട് ചെയ്തു വെച്ചിരിക്കുന്നു. എനിക്ക് തോന്നുന്നു വിലയൊക്കെ കുറവാന്ന് തോന്നുന്നു. ഞങ്ങളിവിടെ വന്നപ്പോൾ ഒരു കോമഡി ഉണ്ട്. ഇവിടുത്തെ ഒരു സ്റ്റാഫ് പയ്യനിന്ന് ബർത്ത്ഡേ. അപ്പോൾ ഇവൻ എന്താ പറയുമോ, ഇതൊരു ചോക്ലേറ്റ് ഫാക്ടറിയാണ്. പക്ഷേ ഇവൻ പുറത്ത് പോയി ഡയറി മിൽക്ക് മേടിച്ചുകൊണ്ട് ഇവിടുത്തെ ആൾക്കാർക്കൊക്കെ കൊടുക്കുക. അത് കാണുമ്പോൾ ഭയങ്കര രസമായിരുന്നു. ഞങ്ങൾ ഇവിടെ അവരെ പറഞ്ഞ് കളിയാക്കുകയൊക്കെ ചെയ്തിട്ട് ഞങ്ങൾ നേരെ പുറത്തേക്ക് ഇറങ്ങുകയാണ്. ഇവിടുത്തെ എക്സിറ്റ് ആണ് വേറൊരു രസം. നമ്മൾ ഇറങ്ങി പോകുമ്പോൾ ഒരു ഫാൻസി സ്റ്റോർ പോലൊരു സംഭവം. നമ്മൾ ആ സ്റ്റോറിനകത്തേക്ക് കയറി അതിനുള്ളിലൂടെയാണ് പുറത്തേക്ക് ഇറങ്ങേണ്ടത്. ഇവിടെ ഒരു സംഭവം എന്ന് പറഞ്ഞാൽ ഇതിനകത്ത് കയറിയാൽ എന്തായാലും ഇവിടുന്ന് എന്തെങ്കിലും മേടിക്കാതെ പോകത്തില്ല എന്നുള്ളത്. നമ്മൾ മലയാളീസല്ലേ, നമ്മൾ മേടിക്കത്തില്ല. ഞങ്ങൾ നേരെ പുറത്തേക്ക് ഇറങ്ങി. പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ ഡ്രൈവർ പറഞ്ഞു ആ സൈഡിലേക്ക് പോയി കഴിഞ്ഞാൽ നല്ല ഗംഭീര വ്യൂ ആണെന്നുണ്ട്. അപ്പോൾ നമുക്കൊന്ന് അങ്ങോട്ട് പോകാം. ഗംഭീര വ്യൂ ആട്ടോ. ഈ ഒരു മൺസൂൺ ആയതുകൊണ്ടായിരിക്കും മൊത്തത്തിൽ പച്ചപ്പ് പിടിച്ച് നല്ല ഭംഗിയായിട്ട് കിടപ്പുണ്ട്. ഇവിടുന്ന് നമ്മൾ
ഫ്രണ്ടിലേക്ക് പോയി കഴിഞ്ഞാൽ അവിടെയും ഒരു വ്യൂ ഉണ്ട്. നമുക്ക് അതുകൂടെ ഒന്ന് കണ്ടിട്ട് തിരിച്ച് നമുക്ക് ഇവിടെ നിന്ന് പുറത്തേക്ക് പോകാനുള്ള പരിപാടി ചെയ്യാം. അപ്പോൾ നമുക്ക് നേരെ അങ്ങോട്ടേക്കും കൂടെ പോയി അതുകൂടെ ഒന്ന് കാണാം. എന്തൊരു ഗംഭീര കാഴ്ചയല്ലേ ഊട്ടി ഗ്രാമത്തിൻ്റെ കാഴ്ചകൾ. ഒരു രക്ഷയില്ല കേട്ടോ. ഈ ഒരു ക്ലൈമറ്റിൽ എനിക്ക് തോന്നുന്നു ഇവിടെ ഇപ്പോൾ ഒരു 12-13 ഡിഗ്രിയൊക്കെയാണ് തണുപ്പ് വരുന്നത്. അപ്പോൾ ഈ ഒരു തണുപ്പത്ത് ഈ ഒരു വ്യൂ ഒക്കെ കാണുക എന്ന് പറയുന്നത് നമ്മളിത് മിസ് ചെയ്യാൻ പാടില്ല. ഓഫ് സീസണാന്നൊക്കെ പറഞ്ഞാൽ ഈ മൺസൂൺ സീസണിൽ നിങ്ങൾ വരണം കേട്ടോ. വന്ന് ഈ ഊട്ടി കാണണം. ഊട്ടി എന്നല്ല, ഇതുപോലത്തെ ഹിൽ സ്റ്റേഷൻസ് എല്ലാം ഓഫ് സീസണിൽ കാണുന്നത് വളരെ ഭംഗിയായിരിക്കും എന്ന് എനിക്ക് തോന്നുന്നു. എത്രയും പെട്ടെന്ന് ഇനി നമുക്ക് കൊടൈക്കനാലും പോകണം എന്ന് വിചാരിക്കുന്നുണ്ട്. ഞങ്ങളുടെ കാറ് വന്നു. അപ്പോൾ നമ്മൾ അടുത്ത സ്ഥലത്തേക്ക് പോവാണ്. അടുത്ത സ്ഥലം എന്ന് പറയുന്നത് നമ്മൾ നേരെ ഊട്ടി മാർക്കറ്റിലേക്കാണ് പോകുന്നത്. ഊട്ടി മാർക്കറ്റ് ഞങ്ങൾ താമസിക്കുന്നത് തൊട്ടടുത്താണ്. നമ്മൾ നേരെ താമസിക്കുന്നിടത്ത് വന്ന് വണ്ടിയെല്ലാം പറഞ്ഞു വിട്ടിട്ട് നമ്മൾ നേരെ ഊട്ടി മാർക്കറ്റിലേക്ക് പോകാനുള്ള പരിപാടിയാണ്. ഇപ്പം നമ്മൾ നിൽക്കുന്നത് ഊട്ടി മാർക്കറ്റിനടുത്താണ്. നേരെ ഫ്രണ്ടിൽ ഊട്ടി ബസ് സ്റ്റാൻഡാണ്. ഊട്ടി ബസ് സ്റ്റാൻഡിൻ്റെ അവിടെ നിന്ന് ഒരു 1/2 കിലോമീറ്ററേ ഉള്ളൂ ഊട്ടി മാർക്കറ്റിലേക്ക്. അപ്പോൾ നമുക്ക് നടന്ന് തന്നെ അങ്ങോട്ട് പോകാം. ഇപ്പോൾ അത്യാവശ്യം ഈവനിങ് ആയിട്ടുണ്ട്. നേരെ കിട്ടുന്നതിന് മുന്നേ നമ്മൾ ഊട്ടി മാർക്കറ്റിലേക്ക് എത്തണം എന്നാണ് വിചാരിക്കുന്നത്. ഈ കാണുന്ന ഈ സ്ഥലമൊക്കെ പണ്ട് മോഹൻലാലും ജഗതിയൊക്കെ ഓടി നടന്ന് അഭിനയിച്ച കിലുക്കം സിനിമയുടെ ലൊക്കേഷനൊക്കെയാണ് കേട്ടോ. ഇവിടെയൊക്കെ വെച്ചിട്ട് കിലുക്കം സിനിമ ഷൂട്ട് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഊട്ടി മാർക്കറ്റിനകത്ത് ഷൂട്ട് ചെയ്തിട്ടുണ്ട്. നമുക്ക് എന്തായാലും അവിടെയൊക്കെ ഒന്ന് പോയി കാണാം. ഒരു നൊസ്റ്റാൾജിയ ഫീലല്ലേ, പോയി കാണാം. നമ്മൾ പോകുന്നത് ഊട്ടി മുനിസിപ്പൽ മാർക്കറ്റിലേക്കാണ് കേട്ടോ. ഏകദേശം 1500 പെർമനൻറ്റ് കടകളും 500 ടെമ്പററി കടകളും ഇവിടെ ഉണ്ട് കേട്ടോ. ഇനി നമ്മൾ ഈ വീഡിയോ ഒരു വാക്കിംഗ് ടൂർ പോലെ നിങ്ങൾ കാണണം കേട്ടോ. അതിൻ്റെ ഒരു ഒറിജിനൽ ആംബിയൻ സൗണ്ടും എല്ലാം ഇട്ടിട്ട് നമ്മൾ അത് കാണിക്കുന്നതാണ്. ഊട്ടി മാർക്കറ്റ് കണ്ടിട്ടില്ലാത്തവർക്ക് എന്തായാലും ഇത് ഇഷ്ടപ്പെടുമെന്ന് തോന്നുന്നു. 3500 മുതൽ 4000 വരെ ആൾക്കാർ ഒരു ദിവസം ഇവിടെ ഇതിനകത്ത് വരുന്നുണ്ട്. ടൂറിസ്റ്റുകളായിട്ടും അല്ലാതെയൊക്കെ ആയിട്ട്. ഇതിപ്പോൾ സീസൺ ടൈം ആണെങ്കിൽ അത് വളരെയധികം കൂടും എന്നാണ് പറയുന്നത്. വളരെ ബ്യൂട്ടിഫുൾ ആട്ടോ ഈ ഒരു മാർക്കറ്റ് കാണാനായിട്ട്. അപ്പോൾ നമ്മുടെ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാണെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളിത് ലൈക്ക് ചെയ്യണം. അതുപോലെ തന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും അഭിപ്രായങ്ങളൊക്കെ പറയാനുണ്ടെങ്കിൽ അത് ഉറപ്പായിട്ടും കമൻറ്റ് ചെയ്യണം. അതുപോലെ ഇതിന് മുന്നത്തെ എപ്പിസോഡുകൾ നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ അത് കാണണം കേട്ടോ. കണ്ടിട്ട് അതിന് നിങ്ങൾ അഭിപ്രായം പറയണം. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം ഞാൻ പറയുന്നില്ല. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുന്നത് ഞങ്ങൾക്ക് അറിയാം.